നമസ്കാരം. ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം വാഷിംഗ്ടണിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ മിസൈൽ ഇന്റർസെപ്റ്റർ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന മിസൈലുകൾ ശേഖരത്തിലുണ്ടായ കടുത്ത കുറവ് മുതലെടുത്ത് വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങും യൂറോപ്പിലെയും ഏഷ്യയിലെയും ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാനെതിരായ തുടർച്ചയായി നടത്തുന്ന ആക്രമണങ്ങൾ പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകളുടെ US ശേഖരം അപകടകരമായ രീതിയിൽ ശൂന്യമാക്കുമെന്നും ഇത് മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള അമേരിക്കൻ സേനയുടെ സുരക്ഷയെ തന്നെ ബാധിക്കുമെന്നും ട്രംപിന്റെ മുതിർന്ന സൈനിക ഉപദേശകരും വൈസ് പ്രസിഡന്റ് JD വാൻസും അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയതായി CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകൾക്കുള്ള വഴി തുറക്കുന്നതിനായി 13 ദിവസം തുടർച്ചയായി നടത്തിയ ആക്രമണങ്ങൾ പ്രസിഡന്റ് അവസാനിപ്പിച്ചു എന്ന ഉദ്യോഗസ്ഥരുടെ അവകാശവാദത്തെ തുടർന്ന് വാരാന്ത്യത്തിൽ USഉം ഇറാനും ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നിരുന്നാലും USന്റെ ആയുധശേഖരത്തിന്റെ കുറവ് ചൂണ്ടിക്കാണിച്ച് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപ് പിന്മാറിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിരാളികളായ വ്ളാഡിമിർ പുടിനും ഷീ ജിൻപിങ്ങിനും നേട്ടമായേക്കാം. USന്റെ ഈ ആയുധക്ഷാമം മോസ്കോയുടെയും ബീജിംഗിന്റെയും തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെന്നും യുക്രൈനിലും നാറ്റോയുടെ കിഴക്കൻ അതിർത്തികളിലും വീണ്ടും സമ്മർദ്ദം ശക്തമാക്കാൻ പുടിനും തായ്വാനെതിരെ നടപടിയെടുക്കാൻ ഷീ ജിൻപിങ്ങും ആലോചിക്കുന്നതായി US ഉദ്യോഗസ്ഥർ ഭയപ്പെടുന്നതായും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ ആയുധശേഖരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ആയുധങ്ങളിലൊന്നാണ് പേട്രിയറ്റ് ഇന്റർസെപ്റ്ററുകൾ. എന്നാൽ പശ്ചിമേഷ്യയിലും യുക്രൈനിലും ഇവ ഉപയോഗിക്കുന്നത്ര വേഗത്തിൽ ഉൽപാദനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പ്രതിസന്ധി രൂക്ഷമാണ്. കീവിന് ആയുധങ്ങൾ അയക്കുന്നതിനൊപ്പം മറ്റ് പ്രദേശങ്ങളിലെ US സൈനിക താവളങ്ങളുടെയും സഖ്യകക്ഷികളുടെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ വാഷിംഗ്ടൺ പ്രയാസപ്പെടുകയാണ്. എന്നാൽ ആയുധശേഖരത്തിൽ കുറവുണ്ടെന്ന വാർത്തകൾ വൈറ്റ് ഹൗസ് നിരന്തരം നിഷേധിക്കുകയാണ്. പ്രസിഡന്റ് ഉത്തരവിടുന്ന ഏത് ദൗത്യവും നടപ്പിലാക്കാനുള്ള ശേഷി സൈന്യത്തിനുണ്ടെന്ന് കരോളിൻ ലീവിറ്റ് ഉറപ്പിച്ചു പറയുന്നു. ആയുധക്ഷാമം പുടിൻ യുക്രൈനിൽ മുതലെടുക്കുമെന്ന് ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നതിനിടെ യുദ്ധം ഇറാന്റെ വടക്കൻ സമുദ്ര മേഖലകളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. കാസ്പിയൻ കടലിലെ കപ്പലുകൾക്ക് നേരെ ശനിയാഴ്ച യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിലൊന്ന് ഇറാന്റെ വാണിജ്യ കപ്പലാണെന്ന് ടെഹ്റാൻ അവകാശപ്പെടുന്നു. ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തതായി ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശത്രുതാപരവും കുറ്റകരവുമായ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ടെഹ്റാനിലെ യുക്രൈൻ ചാർജ് ഡി അഫയേഴ്സിനെ ഇറാൻ വിളിച്ചു വരുത്തി. റഷ്യൻ യുദ്ധക്കപ്പലിനൊപ്പം ഇറാൻ ഉൾപ്പെട്ട സൈനിക ചരക്കുകൾ കടത്താൻ ഉപയോഗിച്ച കപ്പലുകളെയാണ് തങ്ങളുടെ സൈന്യം ആക്രമിച്ചതെന്ന് സെലൻസ്കി പറയുന്നു. എന്നാൽ തങ്ങളുടേത് വാണിജ്യ കപ്പലാണെന്നും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തങ്ങൾ ഒരിക്കലും ഇടപെട്ടിട്ടില്ലെന്നും ടെഹ്റാൻ വ്യക്തമാക്കുന്നുണ്ട്.